വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയെ നയിച്ച നേതാവാണ് വി.ഡി. സതീശൻ. ജനപ്രതിനിധി, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, MLA, ഇതിലെല്ലാം അപ്പുറമുള്ള സതീശനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സതീശൻ ദ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്. ആദ്യം നമുക്ക് തൃക്കാക്കരയിലേക്ക് പോകാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് PT തോമസിന്റെ വിയോഗത്തിലൂടെ നടന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അതായിരുന്നു വി.ഡി. സതീശന്റെ ആദ്യത്തെ പരീക്ഷണം. PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് സ്ഥാനാർത്ഥി. വി.ഡി. സതീശൻ പറഞ്ഞു, ഉമാ തോമസ് ജയിക്കും, 20,000-നും 25,000-നും ഇടയിൽ ഭൂരിപക്ഷമെന്ന്. എല്ലാ പ്രവചനങ്ങളും നടത്തിയപ്പോൾ നിങ്ങൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുണ്ട്. 20,000-നും 25,000-നും വോട്ട് ഇടയിലാണ് തൃക്കാക്കരയിൽ പറഞ്ഞത്. 25,000 വോട്ട് കിട്ടിയ നിങ്ങളുണ്ടായില്ല ചോദിക്കാൻ, കിട്ടിയ? ഉമാ തോമസിന്റെ ഭൂരിപക്ഷം 25,016. അടുത്തത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്. ഓർക്കണം, അവസാന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി വിയർത്ത മണ്ഡലമാണ്. വി.ഡി. സതീശൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷം 33,000-ആണ്. ചാണ്ടി അത് മറികടക്കുമെന്ന്. വിസ്മയകരമായ ഭൂരിപക്ഷം പുതുപ്പള്ളി പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവസാനത്തെ ദിവസം ചോദിച്ചു എന്താ വിസ്മയം? നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം 33,000-ആണ്. ഇത് 35-ന് മീതെ പോകുന്നു. 37 കിട്ടിയ പുതുപ്പള്ളിയില് ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 37,719. അടുത്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഈ ശ്രീധരനെതിരെ സാക്ഷാൽ ഷാഫി പറമ്പിൽ വിയർത്ത മണ്ഡലം. അവിടെ മണ്ഡലത്തിന് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. പാലക്കാട് എന്താ പറഞ്ഞത്? 15,000-ആണ് കിട്ടേണ്ടത്. പക്ഷെ CPM ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചുകൊണ്ട് 15,000-ന് മീതെ പോകുന്നു പറഞ്ഞ കേൾക്ക്. അല്ല, മുഴുവൻ കേക്ക് ചോദിച്ചാൽ മാത്രം പോരല്ല, കേൾക്കണ്ടേ? അത് 18 എത്തി ആണോ? രാഹുൽ മാങ്കൂട്ടത്തിലെ ഭൂരിപക്ഷം 18,840. അടുത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ ഭൂരിപക്ഷം മാത്രമല്ല, വോട്ട് ശതമാനം വരെ പറഞ്ഞു. 7%, അതായത് 12,000 വോട്ട്. 7% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു നിലമ്പൂര്. പറഞ്ഞോ, 7% 12,000 വോട്ടാ. 11,000 ജില്ലാണ് വോട്ടിന് ജയിച്ചു. ശരിയാണല്ലോ. ആര്യാടൻ ഷൌക്കത്തിന്റെ ഭൂരിപക്ഷം 11,077 വോട്ട്. ലോക്സഭയും തദ്ദേശവും സമാനം തന്നെ. നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ഇനി എക്സിറ്റ് പോളുകൾ പോലും നടത്താത്ത പ്രവചനം. ആദ്യത്തേത്, ആകെ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് UDFന് 90 സീറ്റ് നൽകിയതെന്ന് ഓർക്കണം. അതും പരമാവധി 90. അവിടെയാണ് 100+ എന്ന ആദ്യവും ആധികാരികവുമായി വി.ഡി. സതീശൻ പറഞ്ഞത്. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട്. UDFനെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. UDF വന്നാൽ കേരളത്തിലൊരു മാറ്റമുണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 102 സീറ്റ്. അടുത്തത് 3 ജില്ലകളിൽ ഇടതുപക്ഷം സംപൂജ്യരാകുന്നത് ചില്ലറ വാക്കല്ല. അത്രമേൽ കോൺഫിഡൻസ് വേണം. തെക്കൻ കേരളത്തിലെ ഇപ്പോ തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്. അത് 8 സീറ്റ് വരെ ആവാം. കൊല്ലത്ത് 2 എണ്ണമാണുള്ളത്. അത് 7 8 ആവാം. ആലപ്പുഴ ഞങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുള്ളു. 2-3 കാര്യങ്ങളിലൂടെ അസസ് ചെയ്യാനുണ്ട്. ഈ എല്ലാ ജില്ലയിലും പറയാൻ അത് അങ്ങോട്ട് മുകളിലേക്ക് എപ്പോഴേ കയറിപ്പോയി. 30 കൊല്ലത്തിനിടയിൽ ജില്ലാ പഞ്ചായത്ത് ആദ്യം പിടിച്ച ജില്ലയാണ്. അപ്പൊ അന്ന് തന്നെ മനസ്സിലായില്ലേ സംഭവം അവിടെ വലിയ ചേഞ്ച് ആണെന്ന്. ഈ എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് UDFന് ഭൂരിപക്ഷം കേട്ടോ എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDFന്റെ ഭൂരിപക്ഷവും എറണാകുളത്ത് കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എണ്ണി വരുമ്പോഴേക്കും UDFന്റെ ഭൂരിപക്ഷവും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു. ഇനി അതും പോട്ടെ, 1/2 മന്ത്രിമാർ തോൽക്കും. അവിശ്വസനീയമായിരുന്നു ആ വാക്കുകളെന്ന്. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ. ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലേ. ചിലപ്പോ 1 കൂടി, ചിലപ്പോ 1 കുറയും. അതിശക്തമായ വികാരമുണ്ട് എല്ലായിടത്തും. 19 മന്ത്രിമാരിൽ 13 പേരും LDF കൺവീനറും തോറ്റു. അതായത് +1, പറഞ്ഞതിലും കൂടുതൽ തോറ്റു. നിങ്ങൾ മറിച്ചു ഓർത്തു നോക്കൂ. ഇതൊന്നും നടന്നില്ലെങ്കിൽ, UDF ജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം മാത്രമാണോ? അല്ല, CPM എന്ന പാർട്ടിയും സോഷ്യൽ മീഡിയയും തീർക്കില്ലേ? വിഘടിച്ചു നിന്ന പാർട്ടിയെ, കോൺഗ്രസിനെ ടീം UDF ആക്കിയത് വി.ഡി. സതീശനാണ്.